ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ഈ ഒരു തിരച്ചിൽ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിലിന് അവിടെയുള്ള സർക്കാർ അനുമതിയും കൊടുത്തിട്ടില്ല. ഏതായാലും നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ ലോറിയുടെ ഉടമ മനാഫാണ്. നിലവിൽ നമുക്ക് അറിയുന്നത് പോലെ ഈ ഈശ്വർ മാൽപ്പെ ഇറങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ കർണാടക സർക്കാർ അതിനുള്ള അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഈ ഈശ്വർ മൽപ്പയും ടീമും അവിടെ വന്നിട്ട് ഇറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ സാധനങ്ങളായിട്ടാണ് വന്നത്. രാവിലെ വന്ന് ഫുള്ള് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ പോലീസ് സന്നാഹത്തോടു കൂടി മൂപ്പരെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഇന്ന് ഒന്നും നടന്നില്ല. ഇന്ന് തെരച്ചിൽ ഇനിയിപ്പം അനിശ്ചിതത്വത്തിലാണ്. എപ്പം നടക്കും, ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഒരു തീരുമാനവും ആയിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു അതൃപ്തിയിലാണോ ഉള്ളത് നിങ്ങളിപ്പോഴും? എല്ലാവരും കുടുംബവും ഒപ്പം തന്നെ നിങ്ങളൊക്കെ ഒരു അതൃപ്തിയാണോ പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കേരളത്തിൽ നടന്ന മഹാദുരന്തം, അത് ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. ആ ദുരന്തത്തിൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 100% പോലും നമ്മളെ ദുരന്തം ഇല്ല. അത്ര വലുത് ഇവിടെ കേരളത്തിൽ നടന്നിട്ട് ഇത്രയും നല്ല ഒരു സംവിധാനം, അത് സർക്കാരിൻ്റെ ഭാഗത്തായിക്കോട്ടെ പൊതുജനങ്ങളുടെ ഭാഗത്തായിക്കോട്ടെ, ആ ഒരു ദുരന്തം വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടീം വർക്ക്, അത് കാണുമ്പോൾ തന്നെ എന്താ പറയുക, മലയാളിയാണെന്നുള്ളതിൽ അഭിമാനം തോന്നുന്നു എനിക്ക്. കാരണം ഇങ്ങനെയാണ് വേണ്ടിയത്. ഇത് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും മാതൃകയാണ്. വയനാട്ടിൽ നടന്ന റെസ്ക്യൂ അതേമാതിരി തന്നെ കർണാടക അതേമാതിരി ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. കുത്തൊലിക്കുന്ന പുഴ എന്ന് പറഞ്ഞാൽ പുഴയ്ക്ക് നല്ല ഒഴുക്കുണ്ട്. ആ ഒഴുക്കിൽ ഇതിൻ്റെ മുമ്പേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാഗത്തുള്ള സമ്മർദ്ദം മൂലം ഈശ്വർ മൽപ്പയ്ക്ക് ഇറങ്ങാൻ പറ്റീനു. അതേ ഒഴുക്ക് തന്നെ ഇപ്പോൾ ഉള്ളൂ. പക്ഷെ ഇന്ന് നാളെയും ശരിക്ക് നല്ല വെള്ളം കുറയുന്ന സമയമാണ്. വാവ് ആയതുകൊണ്ട് അയാൾ ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവിടുന്ന് വന്നത്. ഈ സമയത്ത് ഒരു തരത്തിലുള്ള സഹകരണവും ഇപ്പം ഇല്ല. കർണാടക അവിടെയുള്ള ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് ഒരു സഹകരണവും നമുക്ക് കിട്ടുന്നില്ല. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ മനാഫ്ക അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു തെരച്ചിൽ പൂർണ്ണ തോതിലായിരുന്നു അവിടെ ഒരു തെരച്ചിൽ നടന്നത്. ആ ഒരു കാര്യത്തിൽ തൃപ്തി ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മളിത് 16-ാം തീയതി 8:45 ഈ സംഭവം നടക്കുന്നത്. 8:45 മുതൽ ഈ സംഭവം നടന്ന് 11 മണിയാവുമ്പോൾ നമ്മൾ വിളിച്ചു നോക്കുന്നുണ്ട്. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. അതിന് മുമ്പ് അവൻ്റെ വീട്ടുകാർ വിളിച്ചു നോക്കുന്നുണ്ട്, സ്വിച്ച് ഓഫാണ്. 11 മണിക്ക് നമ്മളെ മൊബൈലുകളിലൊക്കെ വരാൻ തുടങ്ങി. ലോറി ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പിലൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കിന് ഈ ശിരൂർ വെച്ചിട്ട്, പിന്നെ എല്ലാവരും സൂക്ഷിക്കുക, പിന്നെ ആ വൈക്ക് ഇങ്ങി പോകണ്ട, വേറെ വൈക്ക് പോകുക, അങ്ങനത്തെ മെസ്സേജുകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അനിയൻ എന്താക്കിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി തുടങ്ങി. കാരണം നമ്മൾ GPS നോക്കുമ്പോൾ ലാസ്റ്റ് അവിടെയാണ് വണ്ടി കാണുന്നത്. ഈ വണ്ടി നമ്മൾ വേറൊരു ലോഡും കൂടി ഉണ്ടായിരുന്നു. ആ ലോറിക്കാരനെ അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അർജുൻ അവിടെ നിർത്തിയിട്ടീനു. പിന്നെ അനിയന് ഒരു രാത്രി ഒരു 3 സംതിങ് വരെ അവിടെ ഓനോട് സംസാരിച്ചതാണ്. അർജുനോട് ചായ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചതേനു ഓന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഉറക്ക് വന്നപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മളെ മറ്റേ ഡ്രൈവർ പറഞ്ഞ് വിളിച്ചു നോക്കിയപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വിട്ടു പോന്നു. ഈ സമയം മുതൽ 17-ാം തീയതി രാവിലെ മുതൽ നമ്മളെല്ലാവരും അവിടെ ഉണ്ട്. പല ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പല സ്ഥലത്തും കയറി. ഇപ്പോൾ കുംട്ടയിലാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത്, പിന്നെ ഒന്ന് അങ്കോലയിലുള്ളത്. അങ്കോല പോലീസ് സ്റ്റേഷനുകാർ പറയും നിങ്ങൾ ഒന്ന് കുംട്ടയിലൊന്ന് പോയി അന്വേഷിച്ച് നോക്കി. കുംട്ട പോലീസുകാർ ഒരു ഇത് അങ്കോലൻ്റെ പരിധിയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് പോകണമെങ്കിൽ ഒരു 10-45-50 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം പോകാൻ. ഇതന്നെ ഇനി നടന്നുകൊണ്ട് നിന്നീനത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്താവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താക്കി 3-ാമത്തെ ദിവസം നമ്മളെന്താക്കണത്, രാത്രി MK രാഘവൻ സാറെ വന്ന് കാണുന്നതും സാറെ ഓഫീസിൽ നിന്നാണ് എന്താക്കണത് മീഡിയാസിനെ നമുക്ക് ഇത് അറിയിക്കണം എന്നുള്ള നമ്മളെ ആവശ്യവും അപ്പം തന്നെ റെഡിയാക്കി തരുന്നതും മീഡിയാസിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നതും. നമ്മൾ അപ്പോഴത്തേക്കുള്ള 2 ദിവസം കഴിഞ്ഞപ്പം സ്വിച്ച് ഓഫ് ആയ മൊബൈൽ
അർജുൻ്റെ വൈഫിന് ഓണായി എന്നുള്ള ഒരു ഇത് വന്ന്, പിന്നെ അർജുൻ്റെ മറ്റ് ഫാമിലി മെമ്പേഴ്സിനും ഇത് ഓണായി എന്നുള്ളത് വന്നോട് കൂടിയിട്ട് നമുക്ക് കൂടി പ്രഷറാവുകയാണ്. ഒരു ഹോപ്പ് പോയോടത്തുനിന്ന് വീണ്ടും ഉണ്ടല്ലോ. ഇപ്പോൾ ഇവർ പറയുമ്പോൾ നമുക്ക് അത് ചെയ്യാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്താക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി അപ്പം ഇത് മീഡിയാസിൽ മൊത്തം വലിയ വിഷയമായപ്പോൾ എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം രാത്രി 10:30ക്കാണ് നമ്മളെ FIR പോലും ഇടുന്നത്. അതുവരെ ഈ 4 ദിവസം നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഓരോ ഡെഡ് ബോഡീസ് പോയി നോക്കലും ഇങ്ങനെയൊക്കെ നമ്മൾ സ്വന്തം ഇത് പ്രകാരം ചെയ്ത് 4ാമത്തെ ദിവസം ഓൾമോസ്റ്റ് 5ാമത്തെ ദിവസം എന്ന് പറയാം രാത്രി 10:30 4ാമത്തെ ദിവസം രാത്രി 10:30ക്കാണ് നമുക്ക് FIR വരെ ഇട്ട് തരുന്നത്. പിന്നെ അതിനും വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ന്യൂസിൽ കണ്ടില്ലേ, ഇത് ഒരുപാട് ഇതുവരെ നടന്ന ഒരു തെരച്ചിൽ, അതായത് ഈ മണ്ണ് നീക്കിയതും ഉൾപ്പെടെയുള്ള ഒരു തെരച്ചിൽ എങ്ങനെയായിരുന്നു? മണ്ണ് നീക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റത്തെ 4 ദിവസം 2 JCB അല്ലെങ്കിൽ ഒരു 3 JCB വെച്ചിട്ടാണ് ഇവരെന്താക്കണത് റോഡ് ക്ലിയർ ചെയ്യണത്. ഇവർക്ക് കിട്ടിയ ബോഡീസൊക്കെ വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. വെള്ളത്തിൽ നിന്ന് ഫസ്റ്റ് ദിവസം മുതൽ തന്നെ നേവിക്കാരെ തെരച്ചിലുണ്ട്. നേവിക്കാരെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊന്നും കൂടുതൽ സംസാരിക്കില്ല. അവർ ഓരോരോ പണി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. ഒരു 4 ബോട്ടോളം ഓല് വെള്ളത്തിൽ ഇറക്കിയിട്ട് തെരഞ്ഞും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓർക്കാണ് ഈ ബോഡീസൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ ഫോൺ വന്ന സ്ഥിതിക്ക് ആ പുഴേൻ്റെ രീതി കണ്ടു കഴിഞ്ഞാൽ പുഴയിലേക്ക് പോകുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടിയത് മണ്ണാണ് ആദ്യം മാറ്റേണ്ടിയത്. ഈ മണ്ണിൻ്റെ ഉള്ളിലെങ്ങാനും വണ്ടി കുടുങ്ങി കിടക്കുന്നുണ്ട്, അത്രയും ഹൈറ്റിൽ മണ്ണുണ്ടല്ലോ, അതിലെങ്ങാനും ഉണ്ടെങ്കിൽ അതാണ് പിന്നെ ഈ ലൊക്കേഷൻ കാണിക്കുന്നതും പിന്നെ നീങ്ങിയത് കാണിക്കുന്നില്ല, അങ്ങനെ ഉള്ളത്. അതിൽ ഒപ്പം തന്നെ അന്ന് ഏറ്റവും ആശ്വാസമായൊരു കാര്യം ഈ വണ്ടിയുടെ ഒരു GPS സിഗ്നൽ കിട്ടി, വാഹനം ഓണായി എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയായിരുന്നു. അപ്പോൾ അത് തെറ്റായ ഒരു പ്രചരണമായിരുന്നു എന്നുള്ളതാണോ പറയുന്നത്? അത് തെറ്റായ പ്രചരണം. അതിന് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടായത്. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ ബ്രദറിൻലോ ജിതിന് ഇവിടെ ഭാരത് ബെൻസിലേക്ക് വിളിച്ചപ്പം ഭാരത് ബെൻസാർ ഓരോട് പറഞ്ഞ് വണ്ടി ഓണിലുണ്ടല്ലോ എന്ന്. അവിടെ ഒരു ചെറിയൊരു തന്നെ നമ്മളെല്ലാ വണ്ടിയും ഈ GPS ആയിട്ട് കണക്റ്റഡാണ്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി അപ്രത്യക്ഷമായതുകൊണ്ട് ഈ വണ്ടിനെ പറ്റിയിട്ട് ഒരു വിവരം കിട്ടിയില്ല. അപ്പം മറ്റേ വണ്ടി നമ്മൾ ഈ പോയ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഭാരത് ബെൻസിൽ നിന്ന് ഒരു പറഞ്ഞത് ഉള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷനാണ്. അതിൽ ജിതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതെന്താക്കിക്കണ് ഓണാണെന്ന് മീഡിയയിൽ പറഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ തിരുത്തിക്കണ് ഓണല്ല എന്നുള്ളത്. പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആവരുത് എന്നാണ് എൻ്റെ ഇത്. കാരണം തന്നെ മണ്ണിൽ ഉള്ളിൽ അഥവാ വണ്ടി സ്റ്റാർട്ടിങ്ങിലുണ്ടെങ്കിലുള്ള പുക മുഴുവൻ ശ്വസിക്കേണ്ടി വരും. ഇതിനൊപ്പം താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഈ ഒരു സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ താങ്കളെ വല്ലാതെ തെറ്റായി ചിത്രീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം? ഇപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ മെയിൻ ഇത്. നമ്മളിപ്പോൾ ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ആളുകളെ യോജിപ്പിച്ച് ഒന്നാമത് നമുക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ 2018 വെള്ളപ്പൊക്കം മുതൽ തന്നെ നമ്മളെ ഈ ഒരു യൂണിറ്റി മൊത്തം മലയാളികൾ മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ഒരു പ്രശ്നത്തെ നേരിടുന്ന ആളുകളാണ്. ഈ വിഷയത്തിനും അങ്ങനെ തന്നെയാണ് നേരിട്ടത്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ആയി നിൽക്കരുത്, അത് ഒരു മതസൗഹാർദ്ദത്തിൽ കേരളം പോരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ ആളുകൾ ശരിക്കും എന്താക്കണം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകൾ തന്നെ കൈകാര്യം ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ ഈ ഒരു വീട്ടിൻ്റെ എന്താ പറയുക അനുഭവിക്കുന്നത് ആളുകൾക്ക് അറിയുള്ളൂ. ഒരു ദുരന്തം നടന്ന് ആ വീട്ടുകാരും ആ ബാക്കിയുള്ള ആളുകളും അനുഭവിക്കുന്നത് അറിയാതെ എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് വ്യൂസിനും വേണ്ടിയിട്ട് തോന്നിയത് പറയണം. ഇൻ്റെ മതത്തിനെ പറയണ, ഇന്നെ പഠിപ്പിച്ച ഉസ്താദ്മാരെ പറയണ, ഈ ഉസ്താദ് ഇന്നെ നല്ലപോലെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു അർജുന ആൾക്ക് വേണ്ടിയിട്ട് ഇത്രയും മെനക്കെട്ട് എന്താ പറയുക ഇറങ്ങണത്. അത് നല്ല പഠിച്ചിട്ട് നല്ല മോശം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും ചെയ്യൂലല്ലോ ഞാൻ. അപ്പം ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല എന്താ പറയുക സിനിമാ കഥകളെ വെല്ലണമായിരുത്ത സ്റ്റോറീസാണ് പല ചാനലുകളും ഇടുന്നത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെയുള്ള ഏത് അതോറിറ്റി വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. മരം എവിടുന്ന് വരുന്നു, മരം ആർക്ക് വിൽക്കണ്, അതിലെന്ത് കള്ളപ്പണം വരുന്നു, എന്ത് വരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു അന്വേഷിച്ചോട്ടെ. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോഴത്തെ ഇതിൽ നമുക്കറിയാം, നമ്മളാകെ ഒരു പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ അതിന് പരാതി കൊടുത്തിക്കണ്. പരാതിക്ക് ഇത് എന്താണ്
തുടർ നടപടി ഉണ്ടാവുക പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് നോക്കിയിട്ട് അടുത്ത നടപടിയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കാൻ. ഏതായാലും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അർജുൻ്റെ വീട്ടിലെത്തി, ഇന്ന് മുഖ്യമന്ത്രി വന്നു. അപ്പോൾ ഈ സർക്കാരിനോട് ഇപ്പം നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം എന്താണ് ഏറ്റവും ഒടുവിലായിട്ട്? സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് മെയിനായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ രണ്ട് വിഭാഗം ആളുകളായിക്കോട്ടെ, ഇവർ എന്താ പറഞ്ഞാൽ ഇവർ രണ്ട് വിഭാഗം ആളുകൾക്കും ചെയ്യാൻ മാത്രമുള്ള പണികളുണ്ട്. പ്രതിപക്ഷത്തിനാണെങ്കിൽ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, പിന്നെ നമ്മളെ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളം ഭരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഓർക്ക് അതിൻ്റെ പവറുണ്ട്, ഓർക്ക് അതിനനുസരിച്ചിട്ട് ആവശ്യപ്പെടാം. പണി ഒരു ചെറിയ സ്ഥലത്തുള്ള ഒരു ദുരന്തമാണ്. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നടന്ന മാതിരത്തെ ദുരന്തമൊന്നുമല്ല, ഒരു ചെറിയ ഒരു 200 മീറ്റർ വീതിയിൽ മണ്ണിടിഞ്ഞ് പോകുന്നതാണ്. ആ ദുരന്തം എത്രയും പെട്ടെന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ദുരന്തത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി കണ്ടുപിടിക്കാൻ നമ്മളൊരു വണ്ടി മാത്രമല്ല, അതിലും വേറെയും മനുഷ്യജീവൻ ഉണ്ട്, ഓരോ ബോഡീസ് ഓർക്ക് ആവശ്യമുണ്ട്. അതേമാതിരി ടാങ്കർ ഉണ്ട്, മരവണ്ടി ഉണ്ട്. ഇതൊക്കെ എന്താ പറഞ്ഞാൽ കണ്ടുപിടിച്ച് ഇതിനെ എന്താ പറഞ്ഞാൽ ഈ ഒരു കേസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് തരണം. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തെരച്ചിൽ വീണ്ടും എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെയും ആവശ്യം. കാലാവസ്ഥ അനുകൂലമായാൽ ഈ തെരച്ചിൽ വീണ്ടും തുടങ്ങുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ അനുരൂപ് ചീക്കോടിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.